ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോബ് വേക്കൻസി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തെ പറ്റി പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം, രണ്ട് കുപ്പികളിലായിട്ട് കറുത്തിട്ട് ബോൾ പോലെ ഒരു സംഭവം അല്ലേ. അപ്പോൾ ഇതൊരു സാധാ കടയാണ് കേട്ടോ, പലചരക്ക് കടയാണ്. അപ്പോൾ അവിടെയാണ് ഇതാ ഫ്രണ്ടിൽ രണ്ട് കുപ്പിയിൽ കറുത്തിട്ട് ബോൾ പോലെ കാണില്ലേ. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ ഉണക്കി സൂക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് സാധ്യതയാണ് കേട്ടോ. ഈ ചെറുനാരങ്ങ ഇങ്ങനെ ഉണക്കി കൊടുക്കുമ്പോൾ ഞാൻ വെറുതെ വില ചോദിച്ചു. ഒരെണ്ണത്തിന് 7 രൂപയാണ് കേട്ടോ ചെറുനാരങ്ങയുടെ വില. ഉണങ്ങിയ ചെറുനാരങ്ങയുടെ വില ഒരെണ്ണത്തിന് 7 രൂപയാണ്. ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനും അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സീസണിൽ ഇപ്പോൾ 3 കിലോ ചെറുനാരങ്ങ 100 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടൂലേ സീസണൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിത് വാങ്ങിയിട്ട് ഇതേപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉണക്കി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു താല്പര്യമുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിത് കുറേ ദിവസമായി കടയിൽ കാണുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാനുണ്ടായത് എന്താണിത്. അപ്പോൾ പറഞ്ഞു ചെറുനാരങ്ങയാണ്, ഉണങ്ങി ചെറുനാരങ്ങയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ ഒരെണ്ണത്തിന് 7 രൂപയാണ്. നല്ല സെയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ, നല്ല മൂവ്മെൻറ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ മറ്റുള്ള വെറൈറ്റി കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാൻ തോന്നാല്ലേ. അപ്പോൾ നമുക്കും ഇതേപോലെയൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലത്തെ ഷോപ്പുകളിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയുന്ന ആളുകൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളുകൾ, അതേപോലെ ഹോട്ടൽ നടത്തുന്ന ആളുകൾ, അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ചെറുനാരങ്ങ ഉണക്കിയത് സെയിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറുനാരങ്ങ ഉണങ്ങിയത്, ലെമൺ, ഡ്രൈ ലെമൺ അങ്ങനെ കടിച്ചു കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ബിസിനസ് സാധ്യതയെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ ഏതൊരു ബിസിനസ് ആയാലും അതിൽ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം വിവരങ്ങൾ എവിടെ നിന്നൊക്കെ സോഷ്യൽ മീഡിയസിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.